ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കണം. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഇവർ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറാനിൽ ഇവർക്കെതിരെ അവിടെയുള്ള ഷിയ മതപുരോഹിതൻ ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഫത്വ പുറത്തു വന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്നവർക്കും അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ രോമത്തിൽ പോലും തൊടില്ല എങ്കിലും മറ്റുള്ള ആൾക്കാരുടെ കാര്യം അങ്ങനെയല്ല. അതായത് ഈ ഫത്വ പുറത്തു വന്നതോടുകൂടി മുസ്ലിം മതമൗലികവാദ സമൂഹത്തിന്, യൂറോപ്പിലടക്കമുള്ള മുസ്ലിം മതമൗലികവാദ സമൂഹത്തിന് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞ ദിവസം നെതർലാൻഡിൽ ഒരു വലിയ റാലി ഇവർ നടത്തുകയുണ്ടായി. മുസ്ലിം മതസമൂഹം അവിടെ പ്രോ പാലസ്തീൻ റാലിയാണ് അവിടെ നടത്തിയത്. അത് പാലസ്തീൻ അനുകൂലമായിട്ടുള്ള റാലിയാണ് അവിടെ നടത്തിയത്. എന്തായിരുന്നാലും ആ റാലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ വൈറലായതോടുകൂടി ഇപ്പോൾ യൂറോപ്പിൽ അതായത് ഇവർ ഒന്ന് ചെറുതായി സംഘടിച്ചാൽ പോലും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളെയും സർക്കാർ അതിനെ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത്. സമാനമായ രീതിയിൽ ഇതിനെയും ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയാണ്. ഈ റാലിയിൽ ഈ ചിത്രത്തിലുള്ള ആൾക്കാരെ എല്ലാം ഒന്നടങ്കം ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്ന് ഉള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നെതർലാൻഡ്സിൽ നിന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും റാലി നടത്തി ഇവർ വലിയ രീതിയിലുള്ള കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.